السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. സുഖമല്ലേ? الحمد لله. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എന്തായാലും നമുക്ക് ഇന്ന് കഴിഞ്ഞാൽ ഇനി നാളെ ഞായറാഴ്ചയല്ലേ, നാളെ ഇപ്പം എല്ലാവർക്കും ലീവായിരിക്കും. പക്ഷെ നമ്മളുടെ ക്ലാസ് ലീവാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലീവാക്കരുത്, നമ്മുടെ വർക്കുകൾ തുടരണം. ഓക്കെ അല്ലേ? വർക്കുകൾ എഴുതൂല്ലേ എല്ലാവരും? അതുപോലെ നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടാത്തവരൊക്കെ അതിലേക്ക് ഒന്ന് കയറി നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവുക. നിങ്ങൾക്ക് ആരെങ്കിലും ജോയിൻ ചെയ്യിപ്പിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി എത്തിപ്പിച്ച് കൊടുക്കുക ഇൻഷാ അള്ളാ. പിന്നെ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ അതിലേക്ക് എന്തെങ്കിലും കമൻറ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞാലും നന്നായിരിക്കും. മറ്റുള്ളവർക്ക് കാണുന്ന സമയത്ത് അവർക്കതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ ഇൻഷാ അള്ളാ. ചെയ്യൂലേ എല്ലാവരും? إن شاء الله. ഇൻഷാ അള്ളാ. അപ്പം എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമ്മൾ ഏത് വണ്ടിയിലാണ് കയറിയിരിക്കണേ? ആലമുൽ അർവാഹിന്നാ തുടങ്ങിയത്. ഏത് വണ്ടിയിലാന്ന് ചോദിച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് നിന്ന വണ്ടിയിലാണ് നമ്മളെല്ലാവരും ഉള്ളതല്ലേ? അൽഹംദുലില്ലാ. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ആ ഒരു വണ്ടിയിലൂടെ നമ്മളിങ്ങനെ ചാനൽ നെയിം ചോദിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ജേണി ടു ദി സെൽഫാണ് അതിൽ പേര് കൊടുത്തിട്ടുള്ളത്. ഞാനതിൻ്റെ ലിങ്ക് പിന്നെ അതന്നെ അങ്ങനെ അടിച്ചു നോക്കിയാൽ കിട്ടുമോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. കാരണം ഞാൻ ഒന്നാമത് എന്താ ചെയ്തിട്ടില്ലേനു, യൂട്യൂബിൽ അങ്ങനെ കയറിയിട്ട് കൂടുതൽ പരിചയത്തിലുള്ളൊരു വ്യക്തിയല്ല. പക്ഷെ ഇപ്പം യൂട്യൂബിൽ ഇട്ടാലേ കൂടുതൽ ആളുകളിലേക്ക് അത് എത്തിപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എന്താക്കിയിട്ടുള്ളത്, അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇനി ഞാൻ നോക്കേണ്ടി വരും ചാനൽ എന്ത് നെയിമാ കാണിക്കുന്നുണ്ടെന്ന്. ഷാളാന നോക്കാം. ഓക്കെ അപ്പം ഇൻഷാല്ലാ. അപ്പം നമുക്ക് നമ്മളുടെ യാത്ര ഗ്രാറ്റിറ്റ്യൂഡിലൂടെയിട്ടാണ് നമ്മൾ ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നന്ദി പറഞ്ഞാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവണ ഒരു ഫീലിങ്സ് ഉണ്ടാവുള്ളൂ. ആ സന്തോഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിൽ സന്തോഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിൻ്റെ വിവിധ തലങ്ങളിലൂടെയാണ് അൽഹംദുലില്ലാ നമ്മൾ സഞ്ചരിച്ചു കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും നമ്മൾ ഇന്നും അല്ലെ അൽഹംദുലില്ലാ പറയുന്ന ആളാണ്, നന്ദിയുള്ളവരാണ്. പക്ഷെ ഇത്രയും മാത്രം ഈ നന്ദിയിലേക്ക് ഇത്രയും പ്രാധാന്യം ഉണ്ടോ എന്നുള്ളതും, അതുപോലെ ഈ നന്ദി പറച്ചിലിലൂടെ നമുക്ക് ഇത്രയും സിമ്പിളായിട്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും എന്നുള്ളതിന് വളരെ ലളിതമായിട്ടാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടി പറ്റുന്നുള്ളത് എന്നാണ് ചില ആളുകളുടെ ഫീഡ്ബാക്സിൽ നിന്നും അൽഹംദുലില്ലാ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് ഒരു സംഭവത്തിനെ എത്രമാത്രം ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുവോ അത്രയും നമുക്കത് സിമ്പിളായിരിക്കും അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ മനുഷ്യരെന്ന് പറയണത് ഏതൊരു സംഭവത്തിന്റെയും എളുപ്പത്തിന് നോക്കണം, സിമ്പിളിനെ നോക്കുന്ന ആളല്ലേ നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നമ്മൾ എന്തൊരു സംഭവത്തിലേക്കും വളരെ സിമ്പിൾ ആയിരിക്കുന്ന ഒരു സംഭവത്തെ തെരഞ്ഞു പോണവരാണ് നമ്മൾ അല്ലേ? നമുക്ക് കുറച്ച് ഹാർഡായിരിക്കണതിനെ നമുക്ക് നോക്കുക എന്നുള്ളത് നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്കത് സിമ്പിളാണ് എന്ന് നമുക്ക് തോന്നിയാൽ തന്നെ നമ്മൾ എന്തായിരിക്കും, നമ്മൾ അതിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പെടുന്നുള്ളതാണ് അല്ലെ? ഏതെന്നാലും നമുക്ക് പോകുമ്പോൾ ഇത് സിമ്പിളാണ് എന്ന് കേട്ടാൽ നമുക്ക് പെട്ടെന്ന് അത് എടുക്കും. പക്ഷെ ഇതല്പം ഹാർഡാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കും. ഇത് നമുക്ക് കുഞ്ഞു നാളിൽ മുതലേ നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ റബ്ബിനെ കുറിച്ചിട്ട്, നമ്മുടെ അള്ളാഹുവിനെ കുറിച്ചിട്ട്. എന്താണ് നമ്മളെല്ലാവരും കുഞ്ഞു നാളിലെ കേട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചിട്ട്? ഞാൻ കേട്ടത് തന്നെയാണ് നിങ്ങളെല്ലാവരും കേട്ടതെന്ന് മാറി ചിന്തിക്കാൻ മാറിയിട്ടുണ്ടോ നോക്കട്ടെ. എന്താണ് അള്ളാഹു എന്ന് പറയുമ്പോൾ കുഞ്ഞു നാളെ മുതൽ നമ്മുടെ ഉള്ളിലേക്ക് കിട്ടിയിരിക്കുന്ന ഒരു ചിന്ത? പറഞ്ഞോ. അള്ളാഹു ഒരു ആണ്. പിന്നെ കാണാൻ കഴിയില്ലെങ്കിൽ നമ്മൾ അവനെ വിശ്വസിക്കണം.
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. അള്ളാഹു എന്ന് കേൾക്കുമ്പോ കളവ് പറഞ്ഞാൽ കണ്ണു തെറ്റ് പൊട്ടിക്കും, ചെയ്താല് തെറ്റ് നമ്മളെ ചെയ്താ ശിക്ഷിക്കുന്നുള്ളൊരു അതെ, നമ്മളെ തെറ്റ് അതെ ചെയ്താൽ ശിക്ഷിക്കും, നമ്മളെ ശിക്ഷിക്കാനായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളൊരു ചിന്തയല്ല നമുക്ക് കുഞ്ഞുനാൾ മുതൽ നമ്മുടെ ഉള്ളിലേക്ക് നിറഞ്ഞിരിക്കുന്നുള്ളത്. അതെ അതെ. എന്നാൽ സത്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചയച്ചത് അപ്പൊ നമുക്ക് 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 കുഞ്ഞുനാളിലേക്ക് കിട്ടിയ ഒരു മെസ്സേജ് എന്താണ്? അള്ളാഹു നമ്മളെ ശിക്ഷിക്കും എന്നുള്ളത് അല്ലെ. എന്തേലും ഒന്ന് പറയുമ്പോൾ എന്താ പറയാ നമുക്ക്? അതങ്ങനെ ചെയ്താൽ അള്ളാഹു നമ്മളെ നരകത്തിലിടും, നമ്മളെ തീയിലിടും, നമ്മളെ ശിക്ഷിക്കും, നമ്മളെ കണ്ണു പൊട്ടിക്കും, നമ്മൾ അങ്ങനെ ആക്കും, ഇങ്ങനെ ആക്കും, അങ്ങനെ ഓരോന്ന് 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 പറഞ്ഞ് 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 നമ്മളെ ശരിക്കും പേടിപ്പിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളോടിപ്പോ ഒരാൾ പറയാണ് നിങ്ങളിപ്പോ ഇന്ന സ്ഥലത്ത് പൊയ്ക്കോ, ആ സ്ഥലത്ത് പോണ സമയത്ത് അവിടെ അങ്ങനെയാണ്, അവിടെ ഇങ്ങനെയാണ്, അവിടെ അതാണ് ഇതാണ് എന്നൊക്കെ അപ്പൊ നമ്മളെ പേടിപ്പിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇഷ്ടപ്പെടുമോ? ഇല്ല. അതേപോലെയാണ് നമ്മളുടെ ഇപ്പൊ തുടങ്ങിയ യാത്ര. എവിടെ നിന്നാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത്? ആനമൽ അർവായിൽ നിന്നാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത്. ഇനി നമുക്ക് പോവേണ്ടത് എങ്ങോട്ടേക്കാണ്? നമ്മൾ ഇനി പോവേണ്ടത് അള്ളാഹുവിന്റെ അടുത്തേക്കാണ്. ഇങ്ങനെ ഈ നമ്മുടെ ഉള്ളിൽ ആ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള മൊത്തം അങ്ങോട്ട് ഭയം ഇട്ട് നിറപ്പിച്ച് നമുക്ക് പിന്നെ നമുക്ക് ആ ഒരു യാത്രയെ കുറിച്ചിട്ട് ഓർമ്മിക്കണ സമയത്ത് ആ ഒരു യാത്രയുടെ ഒരു ഡൈവേർട്ട് ആവുന്ന ഒരു സംഭവത്തെ കുറിച്ച് ഓർക്കണം. എന്ന് വെച്ചാൽ ഡൈവേർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ മരണത്തെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് നമുക്ക് പേടിയല്ലാതെ പിന്നെ നമുക്ക് സന്തോഷം ഉണ്ടാവും. അതുകൊണ്ടല്ലേ നമുക്ക് എല്ലാവർക്കും മരണം എന്ന് പറയുമ്പോൾ പേടി ഉണ്ടാവും എന്നുള്ളത്. മരണത്തെ പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തില്? ഇല്ല ഇല്ലല്ല. അപ്പൊ എല്ലാവർക്കും നമുക്ക് പേടി. മരണത്തെ നമുക്ക് എല്ലാവർക്കും പേടിയാണ്. എന്തുകൊണ്ട് നമ്മളുടെ ഉള്ളിൽ ഈ മരണത്തെ പേടി വന്നു? ഈ മരണത്തിനെ പേടിയല്ല, ശരിക്കും മരണത്തെ നമ്മൾ ഇഷ്ടപ്പെടുകയാണ് ചെയ്യേണ്ടത്. കാരണം എന്താണ്? നമ്മൾ അടുത്ത ഘട്ടത്തിലേക്കുള്ള, നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പൊ നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ നമ്മളൊന്ന് വിചാരിക്കാം, നമ്മളൊരു ടച്ച് ഫ്ലൈനിലാണോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ നിന്ന് മാറി കയറിയിട്ടാണോ നമ്മൾ പോവേണ്ടതെങ്കിൽ ഒരു വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത വാഹനത്തിൽ കയറുമ്പോൾ ആ വാഹനം നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ആ വാഹനത്തിൽ നമുക്ക് കയറി നമ്മുടെ സീറ്റ് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റി എന്നുണ്ടെങ്കിൽ, ആ സീറ്റിൽ നമുക്ക് കയറി ഇരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സത്യത്തിൽ നമുക്ക് ആ വാഹനത്തിൽ മാറി കയറുന്ന സമയത്ത് നമുക്ക് സന്തോഷമല്ലേ ഉണ്ടാവുന്നുള്ളത്? അതെ. അല്ലെ? അപ്പൊ നമുക്ക് ആ ഒരു യാത്രയിൽ അടുത്ത വാഹനത്തിൽ മയറി കയറുമ്പോൾ നമുക്ക് സന്തോഷം. അതേപോലെ നമ്മുടെ ഒരു ആത്മാവിനെ പടച്ച ലോകത്തിൽ നിന്ന് മാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക് എത്തുകയും മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ ഈ ഭൂമിയിലേക്ക് എത്തുകയും ആ ഭൂമിയിൽ നിന്ന് നമ്മൾ വീണ്ടും അടുത്ത തലത്തിലേക്കുള്ള വാഹനം അങ്ങോട്ട് മാറി കയറാണ് ചെയ്യണത് സത്യം പറയുകയാണെങ്കിൽ. അങ്ങനെ നമ്മൾ ആ വാഹനം നമ്മൾ മാറി കയറുന്ന സമയത്ത് നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അപ്പൊ നമുക്ക് എന്തോ ഒരു സംഭവമാണ് പേടിപ്പിച്ചുകൊണ്ട് അടുത്ത വാഹനത്തിൽ കയറുന്ന സമയത്ത് ഇങ്ങനെ ആവും എന്ന് പറയുമ്പോൾ നമ്മൾ എന്താവുകയാണ്? നമ്മൾ ഇങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ പേടിപ്പിക്കാനല്ല, നമ്മളെ നമ്മളെ പേടിപ്പിക്കാനല്ല, നമ്മളെ സന്തോഷിപ്പിക്കാനാണ്, നമുക്ക് നല്ല ലൈഫിലേക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് അവിടെ എത്തിയാൽ നല്ല ആനന്ദമായിരിക്കാം, നമുക്ക് അവിടെ എത്തിയാൽ സന്തോഷമായിരിക്കാം, നമുക്ക് അവിടെ എത്തിയാൽ ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടും, അവിടെ നമുക്ക് ഇവിടത്തെ പോലെ ബുദ്ധിമുട്ടുകളില്ല, ഇവിടത്തെ പോലെ നമുക്ക് ജോലി ചെയ്യേണ്ടതില്ല, ഇവിടത്തെ പോലെ നമ്മൾ കഷ്ടപ്പെടേണ്ടതില്ല. ഇങ്ങനെയൊക്കെയുള്ള വളരെ സിമ്പിൾ ആയിരിക്കുന്ന ഒരു മെസ്സേജാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, ആ മെസ്സേജ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ മരണത്തിനെ കുറിച്ചിട്ട് ശരിക്കും ഭയക്കുവോ? ഇല്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ, നമ്മുടെ മെന്റൽ കപ്പാസിറ്റിയെ ആ രീതിയിലേക്ക് നമുക്ക് ചെറിയ രീതിയിലെങ്കിലും ഒന്ന് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ചെറിയൊരു ഉദ്ദേശം. എന്തായാലും നമ്മൾ ജനിച്ചതുകൊണ്ട് നമ്മൾ എല്ലാവരും മരിച്ചാലേ പറ്റുള്ളൂ അല്ലെ? നമ്മളിപ്പോ ഇനി മരണത്തിന് നമ്മൾ എത്ര തന്നെ പേടിച്ചാലോ നമുക്ക് ആ മരണത്തിൽ നമുക്ക് മാറി നിൽക്കാനോ ആ മരണത്തെ നമുക്ക് ഒളിച്ചോടാനോ വേണ്ടി പറ്റില്ല. ഒരു സ്ഥലത്ത് ഒരു രോഗം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മാറി താമസിക്കാം, ഒരു സ്ഥലത്ത് പ്രളയം ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവിടെ നിന്ന് മാറി താമസിക്കാം. അങ്ങനെ ആ പ്ലേസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് മാറി താമസിക്കാം. പക്ഷെ നമ്മളുടെ ആയുസ് തീരുന്ന ഒരു സമയത്ത് ഏത് പ്ലേസിൽ ഏത് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അവിടെ അത് നമ്മളുടെ ആയുസ് അവിടെ നിന്ന് തീരും എന്നുള്ളതാണ് അല്ലെ? നമ്മൾ അവിടെ നിന്ന് ഇപ്പൊ ഇടക്ക് സൗണ്ട് കട്ടായിട്ടുണ്ടോ? ജസ്റ്റ്
കട്ടായിരുന്നു, ഇപ്പൊ റെഡിയായി. ആ ഓക്കെ 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 ഓക്കെ. എനിക്കിവിടെ എഴുതി വന്നു, അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ മെസ്സേജ് വന്നിരുന്നു, അപ്പം ഇന്നിപ്പോ ഡയറക്റ്റ് ക്യാബിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എപ്പോഴും സെയിം ആണല്ലോ അവസ്ഥ. ഓക്കെ. ഞാൻ എനിക്ക് മാത്രമേ ഉള്ളൂ വിചാരിച്ചത്. അല്ല, അതാ ഞാൻ എനിക്കിടക്ക് പറഞ്ഞല്ലോ, അവിടെ ഇവിടുത്തെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ നമ്മള് ഫസ്റ്റ് ഇടയിൽ പറഞ്ഞിട്ടുണ്ടായല്ലോ. പിന്നെ ഇവിടെ ഈ വാർ നടക്കുന്ന സമയം കാരണം കൊണ്ടിട്ട് പല ഇഷ്യൂസും നെറ്റ്വർക്കിൽ വരുന്നുണ്ടെന്നുള്ളത്. അപ്പൊ ഇനി അത് വൈഫൈക്ക് മാത്രമാണോ ഡയറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ക്യാബിൾ കണക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലും സെയിം അവസ്ഥ തന്നെ വരുന്നത്. എനിക്ക് ഇവിടെ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു, അതാ ചോദിച്ചത്. ഓക്കെ, അതെന്തായാലും നിങ്ങൾക്ക് മിസ്സിംഗ് ആയ റെക്കോർഡിൽ ഉണ്ടാവും, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ആ യാത്രയില് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് സന്തോഷത്തിലേക്ക് പോവാം. നമുക്ക് ലൈഫിൽ സന്തോഷമാണ് ഉണ്ടാവുക എന്നറിയുന്ന സമയത്ത് നമ്മൾ ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തും നമുക്ക് ഏതവസ്ഥയും നമ്മൾ നേരിടാൻ റെഡിയാവും എന്നുള്ളതാണ്, അല്ലെ? എന്നാൽ നമ്മളെ കുറിച്ചിട്ട് നമുക്ക് കുഞ്ഞുനാളിലെ നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? നമ്മളെ ശിക്ഷിക്കപ്പെടും, നമ്മൾ ഇന്നത് ചെയ്താൽ ശിക്ഷിക്കപ്പെടും, ഇന്നത് ചെയ്താൽ ശിക്ഷിക്കപ്പെടും എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇന്നത് ചെയ്താൽ നമുക്ക് നന്മയാണ് എന്നുള്ള ഒരു മെസ്സേജാണ് നമ്മുടെ ഉള്ളിലേക്ക് കുഞ്ഞുനാൾ മുതലേ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ആരും ഇങ്ങനെ ഒരു മരണത്തെ ഭയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ മരണം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറയണ്ടായി, അവിടെ നിന്ന് ആത്മാക്കളുടെ ലോകത്തിൽ നിന്ന് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ആത്മാക്കളുടെ ലോകത്ത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് സൃഷ്ടിക്കപ്പെട്ടതാണെന്നാണല്ലേ അറിയപ്പെടുന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ പഠിച്ചു വരുമ്പോൾ ആത്മാക്കളുടെ ലോകത്ത് നമ്മൾ എല്ലാവരും ഈ ആലമൽ അർവാഹ് എന്ന് പറയുന്ന ആത്മാക്കളുടെ ലോകം എന്ന് പറയുന്ന നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവിടെ നിന്ന് നമ്മൾ കണ്ടും കേട്ടും ചിരിച്ചും കളിച്ചും ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം നമ്മൾ ഓരോരുത്തരെയും ആയിട്ട് നമ്മുടെ മാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക്, ആ ഒരു ജീവന്റെ തുടിപ്പായിട്ട് നമ്മൾ ആ മാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക് കൊണ്ടുവരികയാണ്. എങ്ങനെ? മാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക് നമ്മൾ എത്ര സമയത്ത് നമുക്കറിയാം, സയൻസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ്? ആദ്യം നമ്മളുടെ ആ ഗർഭപാത്രത്തിൽ നമ്മളുടെ രൂപം ഉണ്ടായതിന്റെ ശേഷം, അല്ലെ, നമ്മുടെ അണ്ടവും ബീജവും യോജിപ്പിച്ചതിന്റെ ശേഷം നമ്മൾ അത് ആ രൂപം ഉണ്ടായതിന്റെ ശേഷം 4 മാസം ആവുമ്പോഴാണ് അവിടത്തേക്ക് ജീവൻ എന്ന് വെച്ചാൽ ആത്മാവിന്റെ തുടിപ്പ് ഉണ്ടാവുന്നുള്ളതെന്ന്. എന്നാൽ ആത്മാവിന്റെ തുടിപ്പ് വരുന്നതിനേക്കാളും മുമ്പിൽ ജീവൻ നമുക്കുണ്ട്. അത് ശരിക്കും ആത്മാവാണോ? അല്ല. ആ ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ മാതാവിന്റെ ആ ഉദരത്തിൽ നിന്നും നമുക്കുണ്ടാവുന്ന ഒരു ജീവനാണ്. മാതാവിന്റെ ഒരു കോശമാണ് നമ്മൾ, അല്ലെ? ആ മാതാവിന്റെ ഒരു കോശമായി പിതാവിന്റെ ഒരു ബീജത്തിൽ നിന്ന് മാതാവിന്റെ അണ്ടത്തിൽ നിന്ന് യോജിപ്പിച്ച നമ്മൾ ആ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ ഒരു കോശമായി പിന്നീടത് വിഭജിക്കപ്പെട്ട് പിന്നീടത് ഞാനും നിങ്ങളും ആവുന്ന ഇത്രയും മനോഹരമായ ഒരു രൂപമായി മാറുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളെ സൃഷ്ടിച്ചതിന്റെ നമ്മുടെ സൃഷ്ടാവിന്റെ ആ സൃഷ്ടി വൈഭവത്തിലേക്കൊന്ന് പോയി നോക്കൂ. ആ ഒരു കുഞ്ഞു സിക്താണ്ഡത്തിൽ നിന്ന് ഈ പറയുന്ന ഈ കോലത്തിലുള്ള ഈ രൂപത്തിലുള്ള കണ്ണും മൂക്കും കൈയും കാലും വായും എല്ലാ ഓർഗൻസും അത്രയും മനോഹരമായ രീതിയിൽ നമ്മളെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചയച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏതൊരു വ്യക്തിക്ക് പറ്റും ഈ ഒരു ക്രിയേഷൻസ്, ഈ ഒരു ക്രിയേറ്റിവിറ്റി നമ്മളെ പടച്ച നമ്മുടെ അള്ളാഹുവിനല്ലാതെ, ദൈവത്തിനല്ലാതെ, സൃഷ്ടാവിനല്ലാതെ വേറെ ആർക്ക് പറ്റും? അപ്പൊ ആ ഒരു ക്രിയേഷനിലൂടെ നമ്മളെ സൃഷ്ടിച്ച് അവിടെ നമ്മളിലേക്ക് എന്താക്കുകയാണ്? ഒരു ജീവന്റെ തുടിപ്പ് നൽകാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ ഈ ജീവന്റെ തുടിപ്പിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആത്മാക്കളുടെ ലോകത്തിൽ നിന്ന് നമ്മളെ ഈ ഞാനെന്ന് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്ന നമ്മളെ കൊണ്ടുവരുന്നതിനേക്കാളും മുമ്പ് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രൂപത്തെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സത്യത്തിൽ ഞാൻ എന്ന് പറയുന്ന ഈ രൂപത്തെ എൻ്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുള്ളത്, ഞാൻ എന്ന് പറയുന്ന ആത്മാവിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കി വെച്ച ഒരു കവചം മാത്രമാണ്. നമുക്കറിയില്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുന്ന സമയത്ത്, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്ന സമയത്ത് ആ ലാപ്ടോപ്പ് നമ്മളുടെ യാത്രയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വാങ്ങും? ലാപ്ടോപ്പിന്റെ ബാഗ് വാങ്ങൂലേ? ജസ്റ്റ് ഒരു മൊബൈൽ ഫോൺ ആണെങ്കിൽ ഫോണും ഒരു മൊബൈലിനെ നമുക്ക് സേഫായി സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു കവർ യൂസ് ചെയ്യും, അല്ലെ? കവർ വാങ്ങും, അല്ലെ? അപ്പൊ അതുപോലെ നമ്മൾ ഏതൊരു വസ്തു വാങ്ങുന്നുണ്ടെങ്കിലും ആ വസ്തുവിനെ സേഫായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇനി വാല്യൂ ഉള്ള നമ്മുടെ പിന്നെ ഗോൾഡ് ആണെങ്കിലോ
അതല്ലെങ്കിൽ ക്യാഷ് ആണെങ്കിലോ അതിനെയൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി നമ്മൾ എന്ത് വാങ്ങും? നമ്മൾ ഷെൽഫ് വാങ്ങും, ബോക്സ് വാങ്ങും അല്ലേ? അപ്പൊ ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷെൽഫുകളോ ഡ്രോയറുകളോ എന്തെങ്കിലും നമ്മളെ സാഹചര്യം കൊണ്ട് പറ്റുന്ന സംഭവങ്ങൾ നമ്മൾ അതിനെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നാം വാങ്ങി റെഡിയാക്കുന്നത് പോലെ ഞാനും നിങ്ങളും എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു ആത്മാവിനെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മളെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെയും നിങ്ങളുടെയും ഈ ഒരു ആത്മാവിനെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു രൂപം മാത്രമാണ് ഞാനും നിങ്ങളും എന്ന് പറയുന്ന ഈ ഒരു ബോഡി എന്ന് പറയുന്നുള്ളത്. അതുകൊണ്ടാണ് ആത്മാവ് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ, എന്ന് വെച്ചാൽ മരണം നമ്മൾ ഇന്ന് സംഭവിക്കുന്ന സമയത്ത് പിന്നീട് നമ്മുടെ പേരുണ്ടോ? ഇല്ല. പിന്നീട് നമ്മുടെ പേരില്ല അവിടെ അല്ലെ? പിന്നീട് വരുന്നുള്ളത് എന്താണ്? നമ്മളുടെ പേരിന് പകരം അവിടെ ഡെഡ് ബോഡി അല്ലെ? നമ്മുടെ പേരിന് പകരം എന്താണ് പിന്നെ വരുന്ന പേര്? അവിടെ ഡെഡ് ബോഡി എന്നുള്ള നെയിമിലാണ് നമ്മളെ ഓരോരുത്തരെയും അറിയപ്പെടുന്നുള്ളത്. അപ്പൊ ഞാനും നിങ്ങളും ഡെഡ് ബോഡി ആയി മാറുമ്പോൾ പിന്നീട് നമ്മുടെ പേരിൽ അവിടെ അറിയപ്പെടുന്ന പോലും ഇല്ല. അത്രമാത്രം നമുക്ക് വാല്യൂ കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ സോളിനാണ്, നമ്മുടെ ആത്മാവിന് മാത്രമാണ് അല്ലെ? നമ്മുടെ സോളിന്, നമ്മുടെ ആത്മാവിനാണ് നമ്മുടെ ഈ ഒരു നെയിമിന്റെ വാല്യൂ, അല്ലാതെ നമുക്കല്ല. പക്ഷെ നാം എന്തിനെയാണ് നമ്മളായി കാണുന്നുള്ളത്? നാം നമ്മളായി കാണപ്പെടുന്നത് നമ്മുടെ പുറത്ത് കാണുന്ന ഈ ഒരു കവറിന് മാത്രമാണ്. ആ കവർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല. പക്ഷെ നമ്മൾ വാല്യൂ കൊടുക്കുന്നുള്ളത് ആ ഒരു കവറിന് മാത്രമാണ്. ആ കവറിന്റെ വാല്യൂ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ, കവറിന്റെ വാല്യൂ അങ്ങോട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ യഥാർത്ഥ സൃഷ്ടാവിലേക്ക്, യഥാർത്ഥ സൃഷ്ടിപ്പിലേക്ക് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. ആ കവറിന്റെ വാല്യൂവിന്റെ പുറത്ത് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാതെ അങ്ങോട്ട് പോകുന്ന സമയത്ത്, നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മൾ ബീച്ചിന്റെ സൈഡിൽ പോയി ഇരിക്കുമ്പോൾ നാം കാണുന്നുള്ളത് ആ സമുദ്രത്തിന്റെ ഉപരിതലത്തിലൂടെ പോകുന്ന കുറച്ച് വസ്തുക്കളെയോ അതല്ലെങ്കിൽ അതിന്റെ ബീച്ചിന്റെ സൈഡിൽ ഇരിക്കുന്ന മറ്റ് കമിതാക്കളെയോ അങ്ങനെയുള്ള വിനോദസഞ്ചാരികളെയോ മാത്രമായിരിക്കാം. എന്നാൽ നമ്മൾ ആ ആഴക്കടലിലേക്ക് ഒന്ന് ഇറങ്ങിയാൽ, ആഴക്കടലിലേക്ക് നമ്മൾ ഒന്ന് ഇറങ്ങിയാൽ പിന്നെ പുറത്തുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല അല്ലെ? ആ പുറത്തുള്ള കാഴ്ചകളൊന്നും കാണാതെ നാം ആഴക്കടലിലേക്കൊന്ന് ഇറങ്ങിയാൽ നമുക്കറിയാൻ വേണ്ടി പറ്റും മുത്തുകളും പവിഴങ്ങളും മരതങ്ങളും മാണിക്യങ്ങളും അങ്ങനെ എത്രയോ വിലപിടിപ്പുള്ള വസ്തുക്കൾ ആ സമുദ്രത്തിന്റെ ആഴക്കടലിന്റെ അകത്തുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ എന്ന് പറയുന്ന എൻ്റെ ഈ പുറം ബോഡിയെ ഒന്ന് മാറ്റിവെച്ച് ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിലേക്ക് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഉള്ളിലേക്ക് നോക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് സ്കാൻ ചെയ്ത് നോക്കാനല്ല, നമ്മുടെ ബോഡി ഒന്ന് എടുത്ത് കൊണ്ടുപോയി സ്കാൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് ആകെ കാണാൻ വേണ്ടി പറ്റിയ നമ്മളുടെ ആന്തരിക അവയവങ്ങൾ മാത്രമായിരിക്കാം അല്ലെ? നമ്മൾ ഒന്ന് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയ നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കാൻ എന്ന് പറഞ്ഞ് നാം പോയി നമ്മുടെ ബോഡിയെ ഒന്ന് മിഷനിലിട്ട് ഒന്ന് ഫുള്ളി സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാണാൻ വേണ്ടി പറ്റും? നമ്മുടെ എല്ലാ ആന്തരിക അവയവങ്ങളെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ അതല്ല, ഒന്നും കൂടെ സൂക്ഷ്മമായി നോക്കാം, നമുക്കൊന്ന് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുകയാണെങ്കിലോ അവിടെയും നമുക്ക് മൈനോട്ടായിരിക്കുന്ന കോശങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലെ? അതിലപ്പുറത്തേക്ക് നമ്മുടെ ജീവന്റെ തുടിപ്പിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുമോ? നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ ജീവന്റെ യഥാർത്ഥ തുടിപ്പിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ യഥാർത്ഥത്തിൽ നാം ഇതുവരെ നമ്മളെ കണ്ടിട്ടില്ല അല്ലെ? നാം ഇതുവരെ നമ്മളെ കണ്ടിട്ടില്ല. നാം നമ്മളെ കാണാത്ത നാമാണ് ഭൂമിയിലുള്ള പലതിനെയും കാണാനും പലതിനെയും ക്രിട്ടിസൈസ് ചെയ്യാനും നമ്മൾ സമയം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുള്ളതും നമ്മൾ അതിനുവേണ്ടി നമ്മുടെ സമയത്തെ പാഴാക്കിക്കൊണ്ടിരിക്കുന്നുള്ളതും. അതിന് പകരം നാം നമ്മിലേക്ക് വരികയും നമ്മളെ നോക്കുകയും നമ്മളിലേക്ക് നമ്മുടെ സമയത്തെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളെ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ കാണുന്നതോട് കൂടിയിട്ട് നമ്മുടെ സൃഷ്ടാവിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മളെ കാണുമ്പോൾ നമ്മുടെ സൃഷ്ടാവിനെ നമുക്ക് കാണുന്ന സമയത്ത് നമ്മുടെ സൃഷ്ടാവിനോട് നമുക്ക് ഇതുവരെ ഉണ്ടായ പേടിയല്ല, മറിച്ച് നമുക്ക് ഇഷ്ടമായിരിക്കും, സ്നേഹമായിരിക്കും നമുക്കുണ്ടാവുക എന്നുള്ളത്. ആ സൃഷ്ടാവിനോട് നമുക്ക് ഇഷ്ടത്തോടെ, ആ സൃഷ്ടാവിനോട് നമുക്ക് സ്നേഹത്തോടെ നമുക്ക് ഓരോ നിമിഷവും തള്ളി നീക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സൃഷ്ടാവിനെ കാണാൻ നമ്മൾ ഒരുപാട് കൊതിക്കൂലേ? നാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നാം ഏറ്റവും ആഗ്രഹിക്കുന്നതിനെ കാണാനല്ലേ നമ്മൾ എന്നും കൊതിക്കുക? നാം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പ്ലേസ് കാണാൻ നമ്മൾ കൊതിക്കും. നാം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അത് നമ്മുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, പാരൻസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മളൊരു യാത്രയിലാണെങ്കിൽ അവരെ നമ്മൾ കാണാൻ വേണ്ടി കൊതിക്കും. എന്നാണോ നമ്മൾ ആ യാത്ര തിരിച്ചു വരുന്നുള്ളത്? പ്രത്യേകിച്ചിട്ടും ഒരു പ്രവാസിയാണെങ്കിൽ നാട്ടിലേക്ക് എന്നാണ് എത്തുന്നുള്ളത്? എൻ്റെ ഭാര്യയെ എപ്പോഴാ കാണാം, എൻ്റെ മക്കളെ എപ്പോഴാ കാണാം, എൻ്റെ പാരൻസിനെ എനിക്ക് എപ്പോഴാ കാണാം,
എൻ്റെ സിബ്ലിങ്സിനെ ഇപ്പം എനിക്ക് എപ്പോഴാണ് കാണാം. അങ്ങനെ ഓരോരുത്തരെയും കാണാനുള്ള ടെൻഡൻസി അവരുടെ ഉള്ളിൽ ഇങ്ങനെ വിങ്ങിക്കൊണ്ടേയിരിക്കും. അവരുടെ ഒരു മടക്കയാത്രയ്ക്ക് അവർ കൊതിച്ചുകൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? പ്രവാസത്തിൽ നിന്ന് തൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ അവിടെ കാണുമല്ലോ എന്നുള്ളൊരു ബോധ്യത്തോട് കൂടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും നമ്മൾ പുറപ്പെട്ടിരിക്കുന്ന ഒരു യാത്ര, അവിടെ നിന്നും നമ്മൾ ഇനിയുള്ള ഒരു യാത്രാഘട്ടത്തിലേക്ക് നമ്മൾ ഡൈവേർട്ടായി പോകുമ്പോൾ നമ്മൾ ആരെയാണ് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നത്? ഇവിടെ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചയച്ച നമ്മുടെ സൃഷ്ടാവിന്, ആ സൃഷ്ടാവിനെ നമ്മൾക്ക് കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ഓർമ്മയിലില്ല അല്ലേ? നമ്മുടെ ഒരു കുഞ്ഞു കുട്ടിക്ക്, 1 വയസ്സായതോ 2 വയസ്സായ കുട്ടിക്ക് പിന്നെ കുഞ്ഞുനാളിൽ കണ്ട ഓർമ്മകൾ ഉണ്ടാവോ? നമുക്കിപ്പോ നമ്മുടെ 2 വയസ്സിന് മുമ്പുള്ള സംഭവങ്ങൾ നമുക്കിപ്പോ ഓർമ്മയുണ്ടോ? ഇല്ല. നമ്മുടെ മാതാവിന്റെ പാല് നമ്മൾ എല്ലാവരും കുടിച്ചിട്ടുണ്ട്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ആ മാതാവിന്റെ പാല് കുടിച്ചത് ഇവിടെ ഓർമ്മയുള്ള ആരെങ്കിലും ഒരാളുണ്ടോ? ഇല്ല. പക്ഷെ നമുക്കത് അറിയാം കുടിച്ചിട്ടുണ്ട് എന്നുള്ളത്, അല്ലേ? കാരണം നമ്മൾക്കത് കൈമാറി കൈമാറി ഓരോ വ്യക്തികൾക്കും അത് ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് അറിയാം. പക്ഷേ ഞാനും നിങ്ങളും ഇവിടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ എത്തുന്നതിനേക്കാളും മുമ്പും നമ്മൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംഭവം ഇവിടെ ആർക്കും അറിയില്ല, അല്ലെ? പക്ഷേ നമ്മളെല്ലാം അത് വിശ്വസിച്ചു പോകുന്നുണ്ട്. അതുപോലെ അവിടെ നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത്, ഏത് രീതിയിലാണോ ജീവിച്ചത്, നമുക്കതിനെക്കുറിച്ചൊരു ഒരു അവയർനെസ്സും ഇല്ല. നമുക്കതിനെക്കുറിച്ചൊരു ഒരു ബോധ്യവും നമ്മളുടെ പ്രത്യക്ഷമായ മൈൻഡിലില്ല. പക്ഷെ അതിനെക്കുറിച്ചിട്ട് പഠിക്കുന്ന, ആത്മാക്കളുടെ ലോകത്തെക്കുറിച്ച് പഠിക്കുന്ന, ആത്മാക്കളെ കുറിച്ച് പഠിക്കുന്ന അതിലേക്ക്, ആ പഠനത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് പഠനം കൊണ്ട് നമുക്കറിയാം. പക്ഷെ നമ്മളുടെ അനുഭവം കൊണ്ട് നമ്മുടെ ഓർമ്മയിൽ അതില്ല. പക്ഷെ നമ്മളെല്ലാവരും അത് അനുഭവിച്ചവരല്ലേ? നമ്മൾ അനുഭവിച്ച അതേ സംഭവത്തെ നമ്മൾ പഠനം കൊണ്ടാണ് നമ്മൾ അറിയുന്നുള്ളത്. അവിടെ തന്നെ നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇരിക്കുകയാണ്. നമ്മൾ അനുഭവിച്ചതാണ് അവിടെ ആത്മാക്കളുടെ ലോകത്ത് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നുണ്ടായത്. പക്ഷെ അതൊന്നും നമ്മുടെ അനുഭവ തലത്തിൽ നമുക്കിപ്പോൾ നമ്മുടെ ഓർമ്മയിലില്ല. അതിനെക്കുറിച്ചിട്ട് അറിയണമെങ്കിൽ നമ്മൾ പഠനം നടത്തുകയാണ്. ആ പഠനത്തിലൂടെയാണ് നമ്മൾ അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കുന്നത്. എന്നാൽ അതുപോലെ തന്നെ ഇവിടെ 2 വയസ്സ് വരെ ഞാനും നിങ്ങളും നമ്മുടെ മാതാവിന്റെ പാല് കുടിച്ച് വളർന്നതാണ് എന്നുണ്ടെങ്കിൽ, ആ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നമ്മൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് 100% നമുക്ക് ഉറപ്പാണ്. ആ മാതാവിന്റെ പാല് നമ്മൾ കുടിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. പക്ഷെ അത് നമുക്ക് ഓർമ്മയിലില്ല. അത് നമുക്ക് ഓർമ്മയിലില്ല എന്നുണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ, എൻ്റെ മാതാവിന്റെ പാൽ ഞാൻ കുടിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു പഠനം നമ്മൾ ആരെങ്കിലും നടത്താൻ നോക്കിയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പോവാത്തത്? പ്രത്യക്ഷത്തിൽ ഇത് കണ്ട വ്യക്തികൾ കൈമാറി കൈമാറി ആ ഒരു മെസ്സേജ് നമുക്ക് കണ്ടത് അനുഭവത്തിൽ നിന്ന് നമുക്ക് ഇവിടെ ലഭിക്കുന്നുള്ളത് കൊണ്ട്, അവരുടെ മെമ്മറിയിൽ എന്ന് വെച്ചാൽ മുതിർന്നവരുടെ മെമ്മറിയിൽ ഇതങ്ങോട്ട് ഉണ്ടായത് കൊണ്ട് അതങ്ങോട്ട് കൈമാറി കൈമാറി നമ്മുടെ ആ ഒരു വിശ്വാസത്തിൽ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ വിശ്വസിക്കുന്ന എനിക്കതിനെ കുറിച്ചിട്ട് അറിയോ? നിങ്ങൾക്കതിനെ കുറിച്ചിട്ട് അറിയോ ഞാനിത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതില്? ഇല്ല. നമ്മൾ ഓരോരുത്തരും അത് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്കതറിയില്ല. മറ്റു വ്യക്തികളെ കുറിച്ചിട്ട് മാത്രമേ നമുക്കത് അറിയുള്ളൂ. എന്നിട്ട് പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് പുനർപഠനത്തിൽ നമ്മൾ ഇറങ്ങുന്നില്ല. അതേസമയം നമ്മളുടെ ആത്മാക്കളുടെ ലോകത്തുള്ളതിനെ കുറിച്ച് നാം പുനർപഠനത്തിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. അത് പോയാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചിട്ട് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അവിടെ നമ്മളെ അത്രയും കൂളായി കാമായി നമ്മളെ സംരക്ഷിച്ച് ഉണ്ടായെടുക്കുന്ന നമ്മളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ നിന്നും നാം എത്രമാത്രം സംരക്ഷണത്തോട് കൂടിയിട്ടാണ്, എത്രമാത്രം കെയറോട് കൂടിയിട്ടാണ് എന്നെ ഞാൻ കെയർ ചെയ്യേണ്ടത്. കാരണം ഞാനെന്ന് പറയുന്നുള്ളത് ഞാൻ ഒന്നല്ല, ഞാനെന്ന് പറയുന്നത് ഞാൻ രണ്ടാണ്. നിങ്ങൾ ഓരോരുത്തരും ഒന്നല്ല, നിങ്ങൾ ഓരോരുത്തരും രണ്ടാണ്. നിങ്ങൾ രണ്ടാണെന്നുള്ളതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? നമ്മൾ ഓരോരുത്തരും രണ്ടാണ്. നമ്മൾ ഒരിക്കലും ഒന്നല്ല. ഒന്ന് എൻ്റെ ബോഡിയും ഒന്ന് എൻ്റെ സോളുമാണ്. ആ ബോഡിയും സോളും ഒരുമിച്ച് കൂടുമ്പോൾ മാത്രമേ നമ്മൾ ഒന്നാവുന്നുള്ളൂ. അവിടെ നമുക്ക് ഈ ഭൂമിയിലുള്ള ഏത് സാഹചര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഏതൊരു എനർജിയിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. നമുക്കൊരു വൈദ്യുതി കണക്ഷൻസ് കിട്ടണമെങ്കിൽ വെറും ഒറ്റ സിംഗിൾ ലൈൻ കൊണ്ട് മതിയോ? ആ സിംഗിൾ ലൈനാണ് നമ്മൾ കാണുന്നതെങ്കിലും അതിൻ്റെ അകത്തിൽ എന്തുണ്ടാവുന്നുണ്ട്? 2 കുഞ്ഞ് കമ്പികൾ കിടക്കുന്നില്ലേ? Yes. അപ്പൊ അതെ. ഏതിലും ട്വിങ്സ് ഇല്ലാതെ, ഡബിൾ ഇല്ലാതെ ഒന്നും നടക്കില്ല. ഡബിൾ ഇല്ലാതെ നടക്കുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? സിംഗിൾ ആയത് എന്ത് മാത്രമേ ഉള്ളൂ? അല്ലാഹു. അള്ളാഹു മാത്രമേ ഉള്ളൂ സിംഗിൾ ആയത്.
വേറെ എല്ലാത്തിലേക്കും നമ്മൾ എടുത്തു നോക്കിയാലും ഡബിൾ ആയിരിക്കാം. ഏതൊരു സൃഷ്ടിയിലേക്ക് നോക്കുകയാണെങ്കിലും അത് ഡബിൾ മാത്രമായിരിക്കാം. സൃഷ്ടാവ് മാത്രമാണ് സിംഗിൾ ആയിരിക്കുന്നുള്ളത്. അപ്പൊ അതൊക്കെ നമുക്ക് ബോധ്യത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഏതൊരു വസ്തു എടുത്ത് നോക്കുകയാണെങ്കിലും ഓരോന്നിനും പോസിറ്റീവും നെഗറ്റീവും. രാത്രിയുണ്ടോ, അതിന് പകലുണ്ട്. സുഖമുണ്ടോ, അതിന് ദുഃഖമുണ്ട്, അല്ലേ? അങ്ങനെ ഏതൊരു സംഭവം, നമുക്ക് രോഗമാണോ, അങ്ങനെയാണെങ്കിൽ ആരോഗ്യമുള്ളൊരവസ്ഥയുണ്ട്. നമുക്ക് സന്തോഷമാണോ, സങ്കടമുള്ളൊരവസ്ഥയുണ്ട്. അങ്ങനെ എല്ലാത്തിനും ഒരു ഡബിൾ എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും കൂടിയാൽ മാത്രമേ എന്താവുന്നുള്ളൂ, അവിടെ ഒന്നാവുന്നുള്ളൂ. നമ്മളിനി മാത്സിലേക്ക് വരികയാണെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും കൂടി പ്ലസ് ആയാൽ എന്താ ഉണ്ടാവുക? അപ്പൊ നമുക്ക് എവിടെ നോക്കിയാലും നമുക്കതറിയാൻ വേണ്ടി പറ്റും, അല്ലേ? എങ്ങനെ നോക്കിയാലും അതെല്ലാം ഒന്നായി വരണമെങ്കിൽ അത് രണ്ടായിരിക്കും എന്നുള്ളത്. രണ്ടായതിൽ നിന്ന് മാത്രമേ ഒന്നാവുള്ളൂ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ന് പറയുന്ന, നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും നമ്മളല്ല. നമ്മൾ എന്ന് പറയുന്നത് വെറും ഒരു കവർ മാത്രമാണ്. അതൊരു പുസ്തകത്തിന്റെ കവർ പോലെ, അതല്ലെങ്കിൽ ഒരു മൊബൈലിന്റെ ഒരു കവർ പോലെ, അതല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിന്റെ ബാഗ് പോലെ നമ്മൾ വെറും ഒരു കവചം മാത്രമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ്. അതുകൊണ്ടാണ് നാം മരണപ്പെട്ടതോടുകൂടി നമ്മുടെ പേര് പോലും പിന്നീട് ഈ ഭൂമിയിൽ നിന്ന് പേരല്ലാത്ത രീതിയിൽ വിളിക്കപ്പെടുന്നുള്ളത്, അല്ലെ? പിന്നെ എന്താ ചോദിക്കുക? ആ ഡെഡ് ബോഡി എത്ര സമയത്ത് എടുക്കുക എന്നല്ലേ ചോദിക്കുക. അപ്പൊ അവിടെ ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ആ പേരല്ലല്ലോ ചോദിക്കുന്നുള്ളത്. അപ്പൊ ആ ഒരു സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമ്മുടെ പേര് പോലും മാഞ്ഞു പോകുന്ന ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രമാത്രം നമ്മളിൽ അവെയർ ആയിരിക്കണം. ഓരോ സെക്കൻഡുകളിലും നാം നമ്മളിൽ അവെയർ ആയിരിക്കുമ്പോൾ ഇവിടെ എന്നെയും നിങ്ങളെയും ഇങ്ങനെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സൃഷ്ടാവിലേക്ക് ഓരോ സെക്കൻഡും നമ്മുടെ ബ്രീത്തിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുമ്പോൾ ആ ബ്രീത്ത് നമ്മളുടെ കൺട്രോളിൽ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റില്ല. ആ ബ്രീത്തിന്റെ കൺട്രോൾ ഏറ്റെടുത്തിരിക്കുന്നത്, ആ ബ്രീത്തിന്റെ കൺട്രോൾ, അതിന്റെ കടിഞ്ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്നത് നമ്മുടെ സൃഷ്ടാവാണ്, അല്ലെ? നമ്മുടെ സൃഷ്ടാവാണ് ആ ബ്രീത്തിന്റെ കൺട്രോൾ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. അതിന്റെ കൺട്രോൾ എങ്ങാനും നമ്മുടെ ആരുടെയെങ്കിലും കയ്യിൽ നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പൊ അതുകൊണ്ട് ആ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ്. നമ്മളുടെ കയ്യിലുള്ള കൺട്രോളിനെ, ആ കൺട്രോൾ നമ്മുടെ കയ്യിലല്ല. നമ്മുടെ കയ്യിലില്ലാത്ത കൺട്രോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ആ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാം ഇതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതേസമയം നാം സ്നേഹിക്കുക, നമ്മൾ നിരന്തരം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അള്ളാഹുവിനെ, നമ്മുടെ ക്രിയേറ്ററിനെ നാം സ്നേഹിക്കുക, നാം കാണാൻ വേണ്ടി കൊതിക്കുക. അങ്ങനെ സത്യത്തിൽ നാം കാണാൻ കൊതിക്കുന്നുണ്ടെങ്കിൽ മരണം എന്ന് പറയുമ്പോൾ പിന്നീട് നമുക്ക് പേടിയല്ല ഉണ്ടാവുക. മരണം എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും ഉണ്ടാവുക. കാരണം നമ്മളെ ഇവിടത്തേക്ക് സൃഷ്ടിപ്പിച്ചയച്ച സൃഷ്ടാവിനെ കാണാനുള്ള ഒരു യാത്രയാണ് നമ്മളത്. ആ യാത്രയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് പിന്നെ എന്തിനു നമ്മൾ പേടിക്കണം, അല്ലേ? അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ പേടിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തൊക്കെ കരുതിയിരിക്കണം? അവിടെയാണ് ആ ഒരു തിരിച്ചു പോക്കിലേക്ക് പോണ സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ശൂന്യമാണോ, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടോ, അതിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ നമ്മുടെ അക്കൗണ്ട് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃതജ്ഞതയുള്ളവരായിരിക്കണം, നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നാം നന്ദിയുള്ളവരാവുക, വീണ്ടും നമ്മൾ നന്ദിയുള്ളവരാവുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇങ്ങനെ നാം നന്ദിയുള്ളവരാവണം എന്നുണ്ടെങ്കിൽ ആരോടൊക്കെ, എന്തിനോടൊക്കെ നമ്മൾ നന്ദിയുള്ളവരാവണം? നാം ആദ്യം നന്ദി കാണിക്കേണ്ടത് ആരോടാണ്? നാം ആദ്യം നന്ദി കാണിക്കേണ്ടത് നാം നമ്മളോട് തന്നെയാണ്, അല്ലേ? നാം നമ്മളെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് നാം ചുറ്റുപാടുകളുള്ള പലതിലെയും നെഗറ്റീവിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത്. ചുറ്റുപാടുകളുടെ നെഗറ്റീവ്സിനെ കാണുന്ന സമയത്ത് അതിന്റെ നെഗറ്റീവ് ഫീലിംഗ് വരുന്നത് നമ്മളിലേക്കാണ്. നമ്മളിലേക്ക് ആ നെഗറ്റീവിനെ വന്ന് നിറയ്ക്കുക എന്നുള്ളത് നമുക്ക് നമ്മളോടുള്ള ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ നെഗറ്റീവിനെ കാണുമ്പോൾ, ഈ നെഗറ്റീവ് കേൾക്കുമ്പോൾ, നെഗറ്റീവ് തോട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത്, നെഗറ്റീവ് സംസാരങ്ങൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അതിന്റെ എല്ലാം ഒരു ശതമാനം എൻ്റെ ഉള്ളിലേക്കാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്നെയാണ് സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമ്മളിൽ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ നെഗറ്റീവ് കാണാനോ, നെഗറ്റീവ് കേൾക്കാനോ, നെഗറ്റീവ് പറയാനോ, നെഗറ്റീവിലേക്ക് കൂട്ടുകൂടാനോ, നെഗറ്റീവ് പറയുന്നത് ഒന്നിലേക്കും ഒരു തെറ്റിലേക്കും പോവാൻ എന്നുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ നിന്നും മെല്ലെ മെല്ലെ കുറഞ്ഞുകൊണ്ടേ വരും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോ ദിവസത്തിലെ ചെറിയ ചെറിയ ചർച്ചകളിലൂടെ കൂടുതൽ അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റട്ടെ. നമുക്ക് ഓരോരുത്തർക്കും, എനിക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും നമ്മുടെ ലൈഫിലേക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ.
നമുക്ക് ആമീൻ. പ്രോസസ്സിലേക്ക് വരാം. എല്ലാവരും റെഡിയല്ലേ പ്രോസസ്സ് ചെയ്യാനായിട്ട്? യെസ്. ഓക്കെ, അപ്പോൾ കംഫർട്ടായിട്ട് ഇരിക്കുക. ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് നട്ടെല്ലൊക്കെ നിവർത്തിയിരിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അങ്ങനെ ഇരിക്കാം. അതല്ല, കിടക്കുകയാണെങ്കിൽ കിടക്കാം, കുഴപ്പമില്ല. പക്ഷെ ശ്രദ്ധ വേറെ എവിടെയും ആവാതെ സൂക്ഷിക്കുക. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് മാത്രം, മറ്റു ജോലികളിലോ ഒന്നിലും ശ്രദ്ധ കൊടുക്കാതിരിക്കാൻ നോക്കാം. ഓക്കെ, ബ്രത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാം. സാവധാനം ബ്രത്ത് ഇൻ ചെയ്യാം, ഹോൾഡ് ചെയ്യാം, ബ്രീത്ത് ഔട്ട് ചെയ്യാം. വൺസ് അഗെയിൻ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓരോ ബ്രീത്തിലും നിങ്ങൾക്ക് ഈ അന്തരീക്ഷത്തിൽ നിന്നുള്ള എല്ലാ പോസിറ്റീവ് എനർജിയും നിങ്ങളുടെ ഉള്ളിൽ ഫുൾഫിൽ ചെയ്യുന്നതായി ഫീൽ ചെയ്യാം. ഓരോ ഉച്ഛ്വാസത്തിലും നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്തു നിന്നുള്ള ഒഴിവാക്കേണ്ട ഇമോഷൻസുകൾ, ദേഷ്യം, പക, ശത്രുത, അസൂയ, കുശുമ്പ്, എന്തൊക്കെ ഇമോഷൻസ് ആണോ നിങ്ങളിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ളത്, അതെല്ലാം ഒരു കറുത്ത പുകയായി മൂക്കിലൂടി പുറത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. വൺസ് അഗെയിൻ ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് ഒരു സ്വർണപ്രകാശം പോലെ നമ്മളുടെ സൃഷ്ടാവിൽ നിന്നുള്ള ആ ഒരു ദിവ്യപ്രകാശമായി അതൊരു കുഞ്ഞ് തണുത്ത തലോടലായി നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഹോൾഡ് ചെയ്യാം. ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് ആ പ്രകാശത്തിൻ്റെ തലോടലൂടെ നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും വേദനയോ പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അത് എല്ലാം പൂർണ്ണമായും ആ പ്രകാശത്തിൻ്റെ തലോടലോട് കൂടി മുഴുവനും ഇല്ലാതാവുന്നതും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങളിപ്പോൾ പൂർണ്ണ ആരോഗ്യത്തിലാണ്. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ബാഹ്യാവയവങ്ങളിലേക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വേദനയോ കടച്ചിലോ തരിപ്പോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ സ്വർണപ്രകാശത്തിൻ്റെ ഒരു സ്പർശനം കൊണ്ട് മുഴുവനും റിലീസ് ആവുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. നിങ്ങളിപ്പോൾ പൂർണ്ണമായും ആരോഗ്യത്തിലാണ്. നിങ്ങളെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് മ്യൂട്ടല്ലല്ലോ. നിങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ അന്തരീക്ഷത്തിൽ നിന്നും പൂർണ്ണമായും ഈ അന്തരീക്ഷത്തിൽ നിന്നുള്ള എല്ലാ പോസിറ്റീവ് എനർജിയും നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുള്ളതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളിപ്പോൾ ഓരോ സെക്കൻഡുകളിലും ഓരോ സെക്കൻഡും പുതിയ പുതിയ ഓക്സിജൻ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ പുതുമയിലും നിങ്ങൾ കൂടുതൽ പുതുമയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കൂടുതൽ എനർജിയിലായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കൂടുതൽ ആരോഗ്യത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആരോഗ്യത്തെ പൂർണ്ണമായും നിലനിർത്താൻ വേണ്ടിയിട്ട് ഓരോ ബ്രീത്തും നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. നിങ്ങളുടെ ബ്രീത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം. ഒരു നിമിഷം നിങ്ങൾക്കൊന്ന് സൈലന്റ് ആയിരിക്കാം. സൈലൻസ്, അതാണ് നമുക്ക് വേണ്ട ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാനിരിക്കുന്നുള്ളത്. ആ സൈലൻസിൽ നമുക്ക് പതിയെ പതിയെ നമ്മളുടെ ക്രിയേറ്ററിനെ, അള്ളാഹുവിനെ നമുക്ക് അടുത്തറിയാൻ വേണ്ടി പറ്റും. ഇൻഷാ അല്ലാഹ്
ഈ ഒരു ദിവസം മുഴുവനും പൂർണ്ണമായും എനർജിയോടെ, പൂർണ്ണമായും ആരോഗ്യത്തോടെ, ആരോടും വെറുപ്പില്ലാതെ, ദേഷ്യമില്ലാതെ, സന്തോഷത്തോടു കൂടെ ഈ ഒരു ദിവസം മുഴുവനും നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുന്നുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് ബ്രത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് കൈകൾ രണ്ടും സ്ക്രബ് ചെയ്ത് കണ്ണിന് നേരെ സ്പർശിച്ച് കണ്ണ് തുറന്ന് തിരിച്ചു വരാവുന്നതാണ്. ഇൻഷാല്ലാ അവരും തിരിച്ചു വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. ഇന്നലെയും ഇന്നും ഇവിടെ നീതു എന്ന് പറയുന്ന ഒരാളെ ജോയിൻ ചെയ്ത് കണ്ടതുകൊണ്ട് ഒന്ന് അൺമ്യൂട്ട് ആക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? നീതു കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? കേൾക്കുന്നുണ്ട് മാം. ഓക്കെ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഞാനിവിടെ പിന്നെ ഈ ഒരു രീതിയിലുള്ള ക്ലാസ് കൊടുക്കുമ്പോൾ പോലും നിങ്ങളിത് കേൾക്കാൻ കയറിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? നീതു കേൾക്കുന്നില്ല, എന്തേലും പറയുന്നുണ്ട്? അൺമ്യൂട്ടായി കാണുന്നുണ്ട്, പക്ഷെ കേൾക്കുന്നില്ല. ഒന്നും കേൾക്കാൻ വേണ്ടി പറ്റുന്നില്ല, പക്ഷെ അൺമ്യൂട്ട് ആക്കിയിട്ടാണല്ലോ. പറഞ്ഞോളൂ. വോയിസ് എന്തോ ബ്രേക്ക് ആവാൻ തോന്നുന്നുണ്ട് കേട്ടോ. വോയിസ് ഒന്നും വരുന്നില്ല ഇങ്ങോട്ടേക്ക്. എന്തോ സംസാരിക്കുന്നുണ്ട് ആള്, പക്ഷെ ഒന്നും വരുന്നില്ല. ബുദ്ധിമുട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യോ ക്ലാസ്സിനെ കുറിച്ചിട്ട്? ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. കാരണം ഞാനിവിടെ പിന്നെ നീതുവിന് എൻ്റെ ശ്രദ്ധയിൽ ഇന്നലെയും ഇന്നും ശ്രദ്ധയിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ വെറുതെ ചിലപ്പോൾ ഒന്ന് കാണാൻ നോക്കാൻ കയറിയതായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നും കൂടി വന്നപ്പോൾ അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് വന്നത് തന്നെയാണ് എന്നുള്ളത് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്തു വിളിച്ചത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഞാനിതൊരു ഇസ്ലാമിക് രീതിയിൽ ക്ലാസ് കൊടുത്തത് കൊണ്ട് നീതുവിന് ബുദ്ധിമുട്ടൊന്നും ആയിട്ടില്ലല്ലോ?